ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഇന്ന് കൂട് വെച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. കൂടിനകത്ത് എന്ത് മീനാണെന്നൊന്നും നമുക്കറിയാമല്ല. മീൻ കയറി കാണും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കൂട് പൊക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പം നല്ല ഒരുവിധ ന്യായമായ വെള്ളപ്പൊക്കമാണ്. നമ്മൾ വെക്കുന്ന കാടിനകത്തെല്ലാം വെള്ളം കയറി റെഡിയായി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഈ കൂടൊന്ന് പൊക്കി നോക്കാം. നമ്മൾ കൂടിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ പറയുന്നത്. അപ്പം നമുക്ക് കൂട് പൊക്കാം. രണ്ട് മഞ്ഞക്കുരിയുണ്ട്, ഇതുണ്ട് കണ്ടോ. ഓക്കെ, ഇതൊന്ന് എടുക്കാം. നമ്മുടെ ഈ ചരുവം കൊണ്ടുവന്നിട്ടുണ്ട്. ചരുവത്തിനകത്ത് വെള്ളം ചരിച്ച് എടുക്കാമെന്ന് വിചാരിച്ച. വള്ളത്തിൽ മീനുണ്ടെങ്കിൽ വള്ളത്തിലിട്ടാൽ നമുക്ക് പിന്നെ സൗകര്യം കുറയും. അതുകൊണ്ടാണ് ആ ചരുവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു കൂട. മഞ്ഞക്കുരി 4 മഞ്ഞക്കുരിയുണ്ട്. നമുക്ക് ഈ കൂട് ഇങ്ങനെ തന്നെ വെക്കാം. കുറച്ച് വെള്ളം കുടിച്ചിരിക്കും. ഇടപെട്ടെ. നമുക്ക് അടുത്ത കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ കൂട് ഇവിടെ ഒരു കൂടാ, നോക്കാം. അതിനകത്തുണ്ട് മഞ്ഞക്കുരിയുണ്ട്, 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം ചെറുതാണ്, ഇത് നമുക്ക് കളയണം. ഇപ്പം ഈ മഞ്ഞക്കുരി കിട്ടുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ്. കാര്യം ഇപ്പോൾ ഒന്ന് നമ്മുടെ നാട്ടിൽ മീൻ തീരെ ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോഴാണ് ഈ മഴയും ഈ ഇത്തവണത്തെ ഈ വെള്ളവും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളത്തിന് ഈ കാട് ഒഴുകിപ്പോയി. അതൊന്നുമില്ല, 2-3 പരലേ ഉള്ളൂ. ഇരിക്കട്ടെ, നമുക്ക് ഇതിനകത്ത് ഇവിടുത്തെ ഒരു കൂടുണ്ട്, അതോടെ നോക്കാം. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നല്ലൊഴുക്കാ. നല്ലൊഴുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനേ വെള്ളപ്പൊക്കമായി. ഇത് കിട്ടിയിരിക്കുന്നത് കാണുന്നില്ല. ഉണ്ട്, അത് താന്നു പോയി കൂട്. ഒരു ഭയങ്കര നാരകന ഉണ്ടോ. കിടക്കട്ടെ, നമുക്ക് ഏതായാലും പിന്നെ ഒന്ന് കൂട് ശരിയാക്കി വെക്കണം. അപ്പം എടുക്കാം. ഒരു കൂടൂടെ ഇവിടെ ഉണ്ട്, ഇവിടെ നോക്കാം. ഇതിനകത്തൊരു പെരുത്ത വരാല. ഒരാളിന് വലിപ്പം വന്നു. നാടൻ വരാല. കീറം വരാല. അല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ ഇടാം അല്ലേ? അല്ലേ, അതിനകത്തിട്ടോ, അതിനകത്തിട്ട് വളച്ച് വെച്ചാൽ മതി.
ഇത് കിട്ടി. സൂപ്പർ വരാലാണ്. നമ്മൾ ഈ കൂട്ടിനകത്ത് ചെറിയ തോടാ, ഇതിനകത്ത് നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. നോക്കാം. നമ്മൾ ഒരു കൂട് ഇതാ നോക്കാം. കൂട് നമ്മൾ ഇവിടുന്ന് എടുക്കുക, കെട്ടഴിച്ചേക്കാം. ഒരു ചെറിയ വരാൽ ഉണ്ടോ? അത്ര ചെറുതല്ല, എന്നാലും മുമ്പേ കിട്ടിയതിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട്, ഇതിലെടുക്കാം. ഇതിനകത്തുണ്ട് വരാല്, ചത്തുപോയി. ഉണ്ടോ? ഒരു വരാല് ഒരു കാര്യമായിരുന്നു, രണ്ടും ചത്തുപോയി. കൂട് താന്നിരുന്നതുകൊണ്ടാണ് അത് ചാകാര്യം. നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മുടെ ഒരു കൂട്, ലാസ്റ്റ് കൂടാ. കടകൽ കരകമായതുകൊണ്ട് ഒന്നുമില്ല. രണ്ടു മൂന്ന് ചെമ്മീനും കാര്യങ്ങളേ ഉള്ളു. ഉണ്ടോ? ചെമ്മീനുണ്ടോ? ഒക്കെ ഇവിടെ ഇരിക്കട്ടെ, ചെമ്മീൻ വന്നെടുക്കാം. അപ്പം നമ്മുടെ കൂട് മുഴുവൻ പൊക്കി കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തുമാത്രം മീൻ കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കാം. വീട്ടിലേക്ക് പോകാം. നമ്മുടെ കൈതപ്പറമ്പ് ജോർജ് കുട്ടി വലയിട്ടിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ജോർജ് കുട്ടിയുടെ വള്ളത്തിൽ എന്തുമാത്രം മീനുണ്ടെന്ന്. വലയിട്ടിട്ട് എങ്ങനെ ഉണ്ട്? നേരത്തെ ഒന്നും കിട്ടാതെ ഇരിക്കുകയല്ലായിരുന്നു, ഇപ്പൊ മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാം. കുറച്ച് വലയിട്ടുള്ളൂ അല്ലേ? ഉണ്ടല്ലേ? ഉണ്ടോ? ആറ്റിയമ്പലി ഉണ്ടല്ലേ? എന്നാലും മാറ്റമായല്ലോ. നേരത്തെ ഒന്നും മല ഇട്ടിട്ട് മീനൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഇപ്പൊ ഈ വെള്ളം വന്നതോടുകൂടി മാറ്റമായെന്നാണ് ജോർജ് കുട്ടി പറഞ്ഞത്. എന്നാലും നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലുള്ള മീനില്ല. അല്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ വീട്ടിൽ കടവിൽ എത്തി. വെള്ളം കയറാൻ ഇങ്ങനെ തുപ്പ നിൽക്കുകയാണ്. നമ്മുടെ ആശാന്മാരെല്ലാം ഉണ്ട്, പൂച്ചക്കുഞ്ഞുങ്ങളെ എല്ലാവരും ഉണ്ട്. അവർ നമ്മളെ പ്രവേശിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കടവിൽ വന്നിപ്പോൾ വള്ളം നമ്മളെ കെട്ടുന്നതിൻ്റെ കൽക്കെട്ടിന് മേളിൽ കൂടെ നമ്മുടെ പറമ്പിൻ്റെ തുപ്പയായി നിൽക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കരക്കോട്ട് തന്നെ ഇറങ്ങാം. കരക്കോട്ട് ഇറങ്ങിയിട്ട് നോക്കാം. നമ്മുടെ അതേ ഇതിനകത്തുള്ള ഒരു വരാല്, അതേ നമ്മുടെ ചാക്കിനകത്തിട്ട് വട്ടവലയ്ക്കകത്തിട്ടിടാം. ഒന്നുമില്ല. ഒരു ചെറിയ ഒരു കല്ലടാമുട്ടി പൂച്ച കയറി പിടിക്കും. ചെറുതാ. നമുക്ക് എന്തുമാത്രം മഞ്ഞക്കൂരി കിട്ടി എന്ന് നോക്കാം. പൂച്ചയെല്ലാം ഉണ്ട്. മഞ്ഞക്കൂരി പിടിക്കുകയല്ലായിരിക്കും. നോക്കാവേ. എന്നാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മഞ്ഞക്കൂരിയാണ്. ഉണ്ടോ? അങ്ങനെ പോവാതെ എല്ലാം
അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാണ്. നമ്മളെ മഞ്ഞക്കുരി നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെരുത്ത മഞ്ഞക്കുരിയ ഉണ്ടോ? നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇടാം. ഇവിടെ അപ്പൊ നോക്കുക, പിന്നെ കുത്തുവേ. ഈ മഞ്ഞക്കുരി ശകലം ചെറുത ഉണ്ടോ? ചെറിയ മഞ്ഞക്കുരി ഇതിനെ നമുക്ക് വിട്ടാൽ. ഇങ്ങോട്ട് പോക്കോ. അത് നമുക്ക് ഇന്ന് കിട്ടിയ അത്ര മഞ്ഞക്കുരി. പിന്നെ ചെമ്മീനുണ്ട്. മീൻ കിട്ടിയത് നമ്മള് ഈ ചത്ത ഒരു വരാളി ഒരു കാര്യമാണ്. വേറാൻ വന്നിട്ടുണ്ട് ഇത് എടുക്കാൻ. ഈ മഞ്ഞക്കുരി ഈ ആറ്റിലോട്ട് തന്നെ കെട്ടിയിടാം. ചാകണ്ട. വരാലിനെ നമുക്ക് ജീവനോടെ നമുക്ക് കിട്ടണം. നമ്മള് കുറച്ച് 3-4 വരാലിനെയും കാരിയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ഈ വരാലിനെ ഇടാം. ഇത് മുഴുത്ത വരാല ഉണ്ടോ? അതിനകത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ദേഹത്തെല്ലാം മഞ്ഞ പറ്റിയിരിക്കുന്നുണ്ട്. ഇതിനകത്തെ മീനെ കാണാൻ ഒക്കുവോ? അവൻ തകർക്കാൻ തുടങ്ങി. അപ്പൊ ഇതും കൂടെ ഇതിനകത്ത് നമുക്കിടാം. മറ്റുള്ള ഒരാൾ നേമ വലുപ്പമുള്ള ഒരാൾ അതിനകത്ത് കിടക്കുന്നത്. കാര്യമുണ്ട്. ചാടിപ്പോയിരിക്കാൻ നമ്മള് പഴയ ഡിഷിന്റെ സംഗതിയാണ്. ഇത് വെച്ചാണ് നമ്മൾ മൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് മഞ്ഞക്കുരി കിട്ടി, വരാല് കിട്ടി. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.